ചെറുപ്പളശ്ശേരി ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ പുതിയ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം 2 മാസത്തിനുള്ളിൽ ആരംഭിക്കുമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. ലെവൻസ് ഫുട്ബോൾ ടർഫ്, ഗ്യാലറി എന്നിവ ഉൾപ്പെടുന്ന പദ്ധതിക്കായി സർക്കാർ ബഡ്ജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. പദ്ധതി തുകയ്ക്കുള്ളിൽ പ്രവർത്തികൾ പൂർത്തീകരിക്കാൻ സാധിച്ചില്ലെങ്കിൽ നഗരസഭയുടെ സഹായത്തോടെ പ്രവർത്തികൾ പൂർത്തീകരിക്കുമെന്നും മന്ത്രി ചെറുപ്പളശ്ശേരിയിൽ പറഞ്ഞു. ഷൊർണൂർ നിയോജക മണ്ഡലത്തിലെ കായിക വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതികളായ വാണിയംകുളത്തെ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ടർഫ് മാർച്ചോടുകൂടി ഉദ്ഘാടനം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. കോതകുറിശി ഗ്രാമപഞ്ചായത്തിൽ പ്രവൃത്തി പൂർത്തീകരിക്കാത്ത ഫുട്ബോൾ ടർഫിന്റെ നിർമ്മാണവും ഉടൻ പൂർത്തിയാക്കാനുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്നും പ്രവൃത്തികളിൽ വീഴ്ച വരുത്തിയ കരാറുകാരൻ വീണ്ടും അനാസ്ഥ തുടരുകയാണെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. അത് എല്ലാ ഭാഗങ്ങളുണ്ടാവും. റോഡിന്റെ കാര്യത്തിലുണ്ടാവും, കെട്ടിടം നിർമ്മിക്കുന്ന കാര്യത്തിലൊക്കെ ഉണ്ടാവും. അല്ല, അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അത് വേഗത്തിൽ പൂർത്തീകരിക്കുക എന്നുള്ളത്. ഇനി മറ്റൊരു ടെൻഡറിലേക്ക് പോയി ഒരു നടപടി എടുത്തൊക്കെ വരുമ്പോൾ ഒരുപാട് താമസം വരും. അപ്പോൾ ഇന്ന് അവർ തന്നെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവർ തന്നെ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. അവരെത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ഏപ്രിൽ ആദ്യവാരത്തിൽ അത് കളികളമായി തുറന്നു കൊടുക്കാനുള്ള നടപടി എടുക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് നമ്മൾ വിശ്വാസത്തിലെടുക്കുക. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നതും അവർ ആത്മാർത്ഥത നമ്മൾ കാണിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഈ ഒരു സമയപരിധി കടക്കുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെതായ നടപടികൾ നമുക്ക് എടുക്കേണ്ടി വരും. അത് നടപടി എടുക്കാം, അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം അവരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ കഴിയുന്ന നിയമങ്ങളുണ്ട്, കഴിയുന്നതും നമ്മൾ പ്രയോഗിക്കാറില്ല. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് കാത്തിരിക്കാം. ഇന്ന് ഉച്ചയോടെയാണ് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാനും MLA P മമ്മിക്കുട്ടിയും ചെറുപ്പളശ്ശേരി ഹൈസ്കൂൾ ഗ്രൗണ്ട് നവീകരണവുമായി ബന്ധപ്പെട്ട സ്ഥലം സന്ദർശിച്ചത്. നഗരസഭാ അംഗങ്ങൾ, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, കായിക വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എന്നിവർ മന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന അവലോകന യോഗത്തിൽ പങ്കെടുത്തു.